ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ഹൈ അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു റൈഡിലൊക്കെ കയറാൻ പോവുകയാണ്. അതും നോർത്ത് വെയിൽസിലുള്ള ഒരു സംഭവത്തിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ നോർത്ത് വെയിൽസിലെ ട്രിപ്പിനെ കുറിച്ചൊക്കെയാണ്. സോ എല്ലാവർക്കും നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ 9:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാനെന്ന പ്ലാനിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 8:15. അപ്പം ഒരു 9:30 ആകുമ്പം ഞാൻ റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പം നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ വണ്ടിയും പിന്നെ ചേട്ടായുടെ നിസാന്റെ കഷ്കായിലുമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ മൊത്തം 6 പേരുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 9:30 ഇറങ്ങിയാൽ നമ്മൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11:30 അല്ലെങ്കിൽ 12 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. അവിടെ എത്തി നമ്മൾ നേരെ ആദ്യം തന്നെ പോകുന്ന റൈഡിലേക്കാണ്. സോ എല്ലാത്തിൻ്റെ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഹായ് പറയൂ ഇവനെ. അടുക്കി പെറുക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടോ? കാരണം ഉപയോഗമില്ലല്ലോ അധികം. അതായത് ചില എഞ്ചിനീയർമാരൊക്കെ വരാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കൂട്ടും. ഇപ്പൊ നമ്മളങ്ങനെ നോർത്ത് വെയിൽസിലെ കടൽ തീരങ്ങളുടെ പക്കത്തോടെ വണ്ടി അടിച്ചു പോകുന്നു. അങ്ങനെ ഗായ്സ്, നമ്മൾ നമ്മുടെ സിപ്പ് വേൾഡ് നോർത്ത് വെയിൽസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ പാർക്കിങ്ങിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവനെ പെട്ടെന്ന് താഴത്തേക്ക് അല്ല മേളിലേക്ക് ഒരു ഓഫ് റോഡ് വഴി എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമ്മള് അങ്ങനെ പാർക്കിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ പാർക്കിംഗ് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. മേളിലേക്ക് പോട്ടടാ, ഇത് 2ാമത്തെ പാർക്കിംഗ് അല്ലേ? നമ്മള് മേളിലേക്ക് അഡ്വഞ്ചറിനൊക്കെ ഉള്ള. അങ്ങനെ നമ്മൾ സിപ്പ് വേർഡിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. അഡ്വഞ്ചറസ് റൈഡും കാര്യങ്ങളൊക്കെയുള്ള ഫോറസ്റ്റ് ലോഡ്ജസ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പൈൻ ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ കൂടെ വന്ന 2 പേര് അങ്ങേ അറ്റത്ത് നിൽപ്പുണ്ട്. കാണാവോ ഗൈസ്? ശ്രവ്യയും ചേട്ടായും. സിപ്പ് വേൾഡിന്റെ മെയിൻ എൻട്രൻസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ സിപ്പ് വേൾഡിലെ റോളർ കോസ്റ്റർ. നമ്മൾ ഇതിൽ കയറാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര അഡ്രാളിൻ റഷ് തരുന്ന സംഭവം എന്ന് പറഞ്ഞേക്കുന്നൊരു. അപ്പോൾ നമ്മൾ സിപ്പ് വേൾഡിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും ഇത് റെഡിയാക്കി തരുന്നതാണ്. ഇവിടെ തുടങ്ങുന്ന നമ്മുടെ റോളർ കോസ്റ്ററിന്റെ പരിപാടികൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗായ്സ്. നമ്മുടെ പുറകെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മേളിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഇത് പൊക്കോണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ കയറി പോവുകയാണ്. അങ്ങനെ മോനെ ഇത് അജാതി ഫീൽ എന്നറിയോ? ഇതിങ്ങനെ കയറി പൊക്കോളും. നമ്മൾ കൈ കൊടുക്കണം. ഇപ്പം നമ്മൾ കൈ കൊടുക്കണ്ട, പക്ഷെ നമ്മൾ ഇത് താഴേക്ക് പോകുന്ന മൊമെൻറ്റിൽ നമ്മൾ താഴേക്ക് ആക്കിയാലാണ് അത് ബ്രേക്ക് പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ. ഇവിടെ നമ്മുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ക്യാമറയുണ്ട്. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ 8 പൗണ്ട് കൊടുക്കണം. എന്നാലാണ് അവർ നമുക്ക് ഇതിൽ നമ്മുടെ വീഡിയോസ് ക്യാപ്ചർ ചെയ്ത് തരത്തുള്ളൂ. സോ നമുക്ക് തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്റ്റ് ചെയ്താൽ മതി. ദൈവം വരുന്നു. ഒരു ഹായ് പറഞ്ഞേട്ടെ.
അപ്പം UK ഉള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഭയങ്കര രസമാണ്, ഒരു അഡ്രിനാലിൻ റഷാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത റൈഡിൽ കയറാൻ പോവാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത്, ഇതിൻ്റെ പേരെന്തായിരുന്നു ഈ റൈഡിൻ്റെ പേര്? നമ്മൾ സ്കൈ റൈഡ്, അതായത് ആകാശ ഊഞ്ഞാലല്ല, പക്ഷേ ഊഞ്ഞാലാണ്. നമ്മൾ 5 പേര് ഒരുമിച്ചിരിക്കും, എന്നിട്ട് അങ്ങ് പോവാണ്. അപ്പം അങ്ങനെ സംഭവം. നമ്മുടെ അടുത്ത റൈഡ് ഇതാണ് നമ്മുടെ ഊഞ്ഞാൽ. 5 പേർക്ക് ഒരുമിച്ചിരിക്കാം, ഇങ്ങനെ നല്ല ഹൈറ്റിൽ അങ്ങ് പോവും. സെറ്റായിരിക്കും, വീഡിയോ എടുത്ത് നോക്കാം. അപ്പം ഇതിൽ മിക്കവാറും ഞങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനും അപ്പോൾ നമ്മുടെ ഗ്ലാസ്സസ് ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ ഇതിൽ കയറുന്നതിൻ്റെ വീഡിയോ കാണിച്ചാൽ അവരുടെ ഊഞ്ഞാലിൻ്റെ ബാക്കിൽ നമ്മൾ നാട്ടിൽ കളിക്കുന്ന പോലെ ഊഞ്ഞാൽ വലിച്ച് പുറകോട്ടിരിക്കും. ഭയങ്കര രസമുണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ സംഭവം എന്നുള്ളത് ഇവർ കയറി വരുവാണ്. ഇവർ ഹൈറ്റ് എത്തിയിട്ടുണ്ട്. നല്ലപോലെ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവര്. അപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റാ ഗ്ലാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ തല കീബോർഡായിട്ടാണ് കിടക്കുന്നത്. അഞ്ജു ശ്രവ്യ അപ്പൊ അവർ ഈ ഹൈറ്റ് എത്തിയിട്ടുണ്ട്. ശ്രവ്യ എടി ഇതിന് കണ്ണാടി പോ. അതാ പറഞ്ഞ എന്നതാടാ വീഡിയോ എടുക്കുന്നത്. അവര് ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിഴുങ്ങണ്ട, ഇനിയുണ്ട്, തിന്നാ മതി. മറ്റേ വീഡിയോ അല്ലല്ലോ സ്റ്റാൻഡ് പേപ്പർ തിന്നത്. ഞാൻ കുറെ ശർക്കര നമ്മളങ്ങനെ നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു വാട്ടർഫോളിലേക്ക് പോവാണ്, സോളോ ഫാൾസ്. ഗൈസ് നമ്മളങ്ങനെ സ്വാളോ വാട്ടർഫോൾസ് എന്നൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിവിടെ ടിക്കറ്റ് ഉണ്ട്, നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ വാട്ടർഫോൾസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു മനോഹരമായ വാട്ടർഫോൾസ് വെയിൽസിലെ. ഈ വെയിൽസ് നിറയെ ഇങ്ങനെ കുന്നും മലയും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിലെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടോളൂ നിങ്ങൾ. കുളിക്കാറിയാലോ സംബന്ധിച്ച് നല്ല നീന്ത അറിയില്ല. നമ്മൾ സ്വാളോ വാട്ടർഫോളിൽ നിന്നും വിട പറയുകയാണ് ഗൈസ്. ബൈ ഗൈസ്. നമ്മളങ്ങനെ ലാൻഡിനോ പിയറിലെത്തിയിട്ടുണ്ട്. ലാൻഡിനോ പിയർ ഗൈസ്. നമ്മളങ്ങനെ ലാൻഡിനോ പിയറിൻ്റെ ബീച്ച് സൈഡിൽ നടക്കുകയാണ്. നല്ല തണുത്ത കാറ്റും പിന്നെ കടലിൽ തിരമാലകൾ അടിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു
6-7 മണിക്കൂറായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു KFCയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് KFCയിൽ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാം. ഓക്കെ ഗായ്സ് നമ്മൾ വന്നിട്ടുള്ളത് KFCയിലാണ്. KFCയിൽ ചിക്കൻ തിന്നാൻ. അങ്ങനെ നമ്മുടെ KFC എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ തന്നെയല്ലേ? ഫുഡ് കഴിച്ച് തുടങ്ങുന്നു. ഇറക്കി വെക്കുന്നതാണോ ചൂടാറാൻ വേണ്ടിട്ട്? അല്ല അവനെ യുദ്ധമുമ്പിലെ യോദ്ധാവ്. ഞാൻ ഇറക്കി വെക്കാൻ അടി ഉണ്ടാക്കിയാലും 3 വേണം പറഞ്ഞോട്. ഒരു എല്ലുകൾ കൂട്ടിക്ക് ലാസ്റ്റ് എന്നാ ഒരു കാറിന് മുകളിൽ സീകൾ ഇരിക്കുന്ന കണ്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബീച്ചിന്റെ തുഞ്ചത്ത് വന്നിരിക്കും. വേറെ ബീച്ചിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. ബീച്ചിന്റെ സൈഡിൽ നിന്നും കോള കുടിക്കുന്നു കണ്ടോ. ആറ്റിറ്റ്യൂഡ് കിങ് ആണ്. പിന്നെ വായിക്കരുത് കൊത്തിയടി. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ വെയിൽസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ടിട്ടില്ല, എല്ലാവരും ക്ഷമിക്കുക. അപ്പം എല്ലാവരും വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയായി മറ്റൊരു ദിവസം കാണാം. ബൈ.